പ്രവാസികൾക്കെന്നും നിറവായി തീർന്നിരുന്ന പ്രവാസ ലോകം ഇപ്പോൾ കടുത്ത വേദനയിലേക്ക് നീങ്ങുന്നു. കൊറോണ മൂലം സാമ്പത്തികം തകരുന്നതിന് ഉപരി റെക്കോർഡ് വേഗത്തിലാണ് കൊറോണ ബാധിതർ കൂടുന്നതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണവും മരണസംഖ്യയും കുത്തനെ ഉയർന്നതിന്റെ ആശങ്കയിലാണ് ഇപ്പോൾ ഗൾഫ് മേഖല. ഇന്നലെ മാത്രം 30 പേരാണ് ഗൾഫിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 5000-ത്തിലധികം പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. UAE-യിൽ 13 പേർ മരിച്ചതോടെ കോവിഡ് മരണസംഖ്യ 198 ഉയർന്നു. 7 പേർ മരിച്ച സൗദിയിൽ സംഖ്യ 246 ആയിരുന്നു. 9 മരണം റിപ്പോർട്ട് ചെയ്ത കുവൈറ്റിൽ എണ്ണം 68 ഉയർന്നു. ഖത്തറിലും ഒരാൾ മരിച്ചിട്ടുണ്ട്. 2 മലയാളികളും ഇന്നലെ കോവിഡിന് കീഴടങ്ങി. കോഴിക്കോട് ഇരിങ്ങണ്ണൂർ മംഗലശ്ശേരി ഹൗസിൽ എടശ്ശേരിക്കുന്നത്ത് ഫൈസലാണ് ദുബായിൽ ഇന്നലെ മരിച്ചത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 46-കാരനായിരുന്നു ഫൈസൽ. സൗദിയിലാണ് മറ്റൊരു മലയാളി മരണം. മലപ്പുറം നിലമ്പൂർ മരുത സ്വദേശി നെല്ലിക്കോടൻ സുബദേവൻ ദവാം അൽമന ജനറൽ ആശുപത്രിയിലാണ് മരിച്ചത്. വയസ്സ് 52. മരണസംഖ്യയും രോഗവ്യാപനവും ഉയർന്നത് കുവൈറ്റ് ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും നടുക്കമായി തീരുകയാണ്. സൗദിയിൽ പുതിയ രോഗികളുടെ എണ്ണം 2000-ത്തിലേക്ക് നീങ്ങുകയാണ്. കുവൈറ്റിലും ഖത്തറിലും 1000-ന് മുകളിലാണ് പുതിയ കേസുകൾ. സമൂഹ വ്യാപനം സംബന്ധിച്ച ആശങ്കയും ചില രാജ്യങ്ങളിലെങ്കിലും ഭീതി പടർത്തുന്നുണ്ട്. അതേസമയം കോവിഡ് രോഗം പൂർണ്ണമായി സുഖപ്പെട്ടവരുടെ എണ്ണം 1,00,000-ആയി ഉയർന്നു എന്നത് ചെറിയ ആശ്വാസം മാത്രമാണ്. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും രോഗവ്യാപനം തുടർന്ന സാഹചര്യത്തിൽ കുവൈറ്റിൽ ഈ മാസാവസാനം വരെ സമ്പൂർണ്ണ കർഫ്യൂ നിലവിൽ വന്നു. കൂടുതൽ ഫീൽഡ് ആശുപത്രികളും ക്വാറന്റൈൻ കേന്ദ്രങ്ങളും സംവിധാനിക്കുന്ന തിടുക്കത്തിലാണ് രാജ്യങ്ങൾ ഇപ്പോൾ. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളിലെല്ലാമായി 41.5 ലക്ഷം പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചെന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വൈറസ് ബാധയേറ്റ് മരിച്ചവരുടെ എണ്ണം 2.83 ലക്ഷം കടന്നു. 13.5 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ച അമേരിക്കയിൽ മാത്രം 80,000-ത്തിലേറെ ആളുകൾ മരണമടഞ്ഞു. അമേരിക്കയിൽ രോഗം പകരുന്നത് പ്രതിരോധിക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ പരസ്യമായി തന്നെ രംഗത്തെത്തി. സ്പെയിനിൽ 2 മാസത്തിനിടെ ഒരു ദിവസത്തെ മരണനിരക്കിൽ ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയിലും ഫ്രാൻസിലും ജർമ്മനിയിലും മരണനിരക്ക് കുറയുന്നത് ആശ്വാസവും ഏകുന്നുണ്ട്. ബ്രിട്ടനിൽ നിബന്ധനകളോടെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ഇളവും പ്രഖ്യാപിച്ചു. ആളുകൾ വീട്ടിൽ കഴിയണമെന്ന കർശന നിർദ്ദേശം ഒഴിവാക്കിയെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. അതിനിടെ ചൈനയിലും ദക്ഷിണ കൊറിയയിലും പുതിയ കേസുകളിൽ വർധന രേഖപ്പെടുത്തുന്നത് ആശങ്കയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് കൊലയാളി വൈറസ് നമ്മെ വിട്ട് പോകില്ല എന്ന് തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.